Welcome, my dear students. In the previous lecture, we have discussed about asymptotes and how to find the asymptote. So, what we have obtained is, in order to find the asymptote of the form y is equal to mx plus c. Okay, asymptote should be of the form y is equal to mx plus c, where m should be equal to limit x tends to infinity y by x, and c should be equal to limit x tends to infinity y minus mx. So this is what we have obtained. Okay. Please keep in mind that this is for asymptotes which are not parallel to x-axis as well as y-axis, which are not parallel to x and y-axis. സോ എക്സ് ആക്സുമായിട്ടും വൈ ആക്സുമായിട്ടും പാരലൽ അല്ലാത്ത എല്ലാ അസിംപ്റ്റോട്ടുകളുടെയും എക്സ്പ്രഷൻ y is equal to mx plus c ആണ്, where y is equal to limit x tends to infinity y by x and c is equal to limit x tends to infinity y minus mx. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ട് ക്ലാസ് ഓഫ് അസിംപ്റ്റോട്ടിന്റെ കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തേത് എക്സ് ആക്സുമായിട്ട് പാരലൽ ആയിട്ടുള്ള അസിംപ്റ്റോട്ട്, രണ്ടാമത്തേത് വൈ ആക്സുമായിട്ടുള്ള പാരലൽ ആയിട്ടുള്ള അസിംപ്റ്റോട്ട്. ഓക്കെ, സോ asymptote which are parallel to y-axis. ഇത് മാത്രം തൽക്കാലത്തേക്ക് നമുക്കൊന്ന് പറഞ്ഞു പോകാം, ഇതിന്റെ മെത്തേഡ് മാത്രം. ഓക്കെ, സോ ഇങ്ങനെ y ആക്സുമായിട്ട് പാരലൽ പോകുന്ന ഒരു അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും, ഇങ്ങനെ ഒരു ലൈൻ ആയിരിക്കും, വിച്ച് ഈസ് ഈ കർവുമായിട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ട് പോകുന്നത്. സോ അതിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എം വൈ പ്ലസ് ഡി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന ഫോമിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തൊട്ടു മുമ്പേ ചെയ്ത പോലെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ഡി ഈസ് ഈക്വൽ ടു ലിമിറ്റ് വൈ ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് എം വൈ. നമ്മൾ തൊട്ടു മുമ്പേ ചെയ്ത പോലെ തന്നെ നമ്മൾ തൊട്ടു മുമ്പേ ചെയ്തത് y is equal to mx plus c എന്ന് പറയുന്ന ഇക്വേഷന്റെ കേസിലാണ്. ഓക്കെ, അവിടത്തെയും ഇവിടത്തെയും പ്രധാനപ്പെട്ട വ്യത്യാസം, വി ആർ ഇന്റർചേഞ്ചിങ് ദ വേരിയബിൾ y ആൻഡ് x. ഓക്കെ, സോ തൊട്ടു മുമ്പത്തെ ഇക്വേഷന്റെ അകത്ത് c, the intercept c is equal to limit x tends to infinity y minus mx എന്നുള്ള ഫോമിലായിരുന്നു. ഓക്കെ, അപ്പൊ വൈയും എക്സും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ the intercept should be limit y tends to infinity x minus my എന്നുള്ള ഫോർമാറ്റിലായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇക്വേഷന്റെ അകത്തും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനകത്തും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് വൈയും എക്സും ഇന്റർചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ തൊട്ടു മുമ്പത്തെ ഇക്വേഷനകത്ത് വൈയും എക്സും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് കിട്ടും. സോ അവിടുത്തെ സിക്ക് പകരം ഇവിടെ ഡി ആണ്. ഓക്കെ, സോ ഡി ഷുഡ് ബി ഈക്വൽ ടു വൈക്ക് എക്സിന് പകരം വൈ ആക്കുമ്പോൾ വൈ ടെൻസ് ടു ഇൻഫിനിറ്റി ആകും. സോ y മൈനസ് എം എക്സ് എന്നുള്ളത് എക്സ് മൈനസ് എം വൈ എന്നുള്ള ഫോമിലാകും. അതുപോലെ തന്നെ എമ്മിന്റെ വാല്യൂ എം ഷുഡ് ബി ഈക്വൽ ടു എക്സിന് പകരം y ആകും, ലിമിറ്റ് y ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്ക് y ബൈ എക്സിന് പകരം എക്സ് ബൈ വൈ ആണ്, നമ്മൾ എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യും. ഓക്കെ, സോ നമുക്ക് y ആക്സുമായിട്ടുള്ള പാരലൽ ആയിട്ടുള്ള അസിംപ്റ്റോട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന്റെ ഇക്വേഷന്റെ ഫോർമാറ്റ് y is equal to my plus d ആണ്, where d is equal to limit y tends to infinity x minus my or m is equal to limit y tends to infinity x by y. ഇത് ചെയ്തത് നമ്മൾ തൊട്ടു മുമ്പേ ചെയ്ത സാധാരണയായിട്ട് ചെയ്യുന്ന അസിംപ്റ്റോട്ടിന്റെ എക്സ്പ്രഷന്റെ അകത്ത് വൈയും എക്സും ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിയത്. സോ വൈ ആക്സുമായിട്ടുള്ള പാരലൽ ആയിട്ടുള്ള എല്ലാ അസിംപ്റ്റോട്ടിന്റെ എക്സ്പ്രഷനും നമ്മൾ ഇതുപോലെ കണ്ടെത്തി. ഓക്കെ, സോ ഇനി എക്സ് ആക്സുമായിട്ടുള്ള പാരലൽ ആയിട്ടുള്ള അസിംപ്റ്റോട്ട്സ് നമുക്ക് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കുന്നത് എക്സാമിൻ ദ ഫോളിയം, ഫോളിയത്തിന്റെ എക്സ്പ്രഷൻ ആണ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് മൈനസ് 3ax y is equal to 0. അല്ലെങ്കിൽ ചില
ഇതിന്റെ അകത്ത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈസ് ഈക്വൽ ടു 3aXy ഫോർ അസിംപ്റ്റോട്ട്. അതായത് പോളിയത്തിന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ആ എക്സ്പ്രഷന്റെ അകത്ത് നമ്മൾ ആക്ച്വലി അസിംപ്റ്റോട്ട്, അതിന്റെ അസിംപ്റ്റോട്ട്സ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ നമ്മുടെ അസിംപ്റ്റോട്ട് സാധാരണ എക്സ്പ്രഷൻ. സോ നമ്മുടെ ആൻസറിലേക്ക് പോവുകയാണ്. അസിംപ്റ്റോട്ട് ഈസ് ഓഫ് ദ ഫോം, okay, is actually of the form y is equal to mx plus c. Okay, അപ്പോൾ അവിടെ m ഉം m is equal to limit x tends to infinity y by x, and c is equal to limit x tends to infinity y minus mx. So ഇവിടെ നമ്മൾ m കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇവിടെ m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് y മൈനസ് എം എക്സ് വെച്ചിട്ട് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ m കണ്ടെത്താനായിട്ട് നമുക്ക് y ബൈ എക്സിന്റെ വാല്യൂ ആ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഉള്ള വാല്യൂ നമുക്ക് കണ്ടെത്താം. സോ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഈസ് ആക്ച്വലി എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് മൈനസ് 3aXy ഇസ് ഈക്വൽ ടു 0. ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് y ബൈ എക്സ് കിട്ടാൻ വേണ്ടി ഇവിടെ ത്രൂ ഔട്ട് ഇതിനെ എക്സ് ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ടേം, രണ്ടാമത്തെ ടേം y ബൈ എക്സ് ദ ഹോൾ ക്യൂബ് ആകും. ഓക്കെ, സോ അത് y ബൈ എക്സ് ദ ഹോൾ ക്യൂബ്, അതിൽ നിന്ന് y ബൈ എക്സ് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ വി ആർ ഡിവൈഡിങ് വിത്ത് എക്സ് ക്യൂബ്. തേർഡ് ഡിഗ്രി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. സോ ദ എക്സ്പ്രഷൻ ബിക്കംസ് എക്സ് ക്യൂബ് ബൈ എക്സ് ക്യൂബ് പ്ലസ് y cube by x cube minus 3aXy divided by x cube is equal to 0. Okay, ഇവിടുത്തെ x cube നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ the answer becomes 1 plus ഇതിനെ y by x the whole cube, ഇവിടുന്ന് ഒരു x ഉം ക്യാൻസൽ ചെയ്ത് കളയാം. So minus 3a y by x into 1 by x. y by x square എന്നാണ് എഴുതുന്നത്. y by x into 1 by x എന്നുള്ള ഫോമാറ്റിൽ നമ്മൾ എഴുതും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുക. x tends to infinity എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ. x tends to infinity ആകുമ്പോൾ ഈ എക്സ്പ്രഷന്റെ വാല്യൂ x tends to infinity ആകുമ്പോൾ we know that x tends to infinity ആകുമ്പോൾ 1 by x tends to 0. Okay, and x tends to infinity ആകുമ്പോൾ y by x is actually m എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. Okay, so y by x the whole cube is actually becomes m cube as x tends to infinity. Okay, so x tends to infinity ആകുമ്പോൾ the limit is okay, limit x tends to infinity 1 plus limit x tends to infinity y by x the whole cube minus 3a constant ആയിട്ട് ഇവിടെ എടുക്കുന്നു. 3a into limit x tends to infinity y by x into 1 by x is equal to 0. Okay, ഇതിൽ നിന്ന് limit x tends to infinity 1 is actually 1. y by x എന്ന് പറഞ്ഞാൽ already limit x tends to infinity y by x is actually m. Okay, so y by x in the whole cube എന്ന് വെച്ചാൽ which becomes m cube. Okay, minus 3a into y by x ന്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ x tends to infinity ആകുമ്പോൾ m ആണ്. ഇനി 1 by x ന്റെ ലിമിറ്റ് x tends to infinity ആകുമ്പോൾ actually is 0. So m into 0 which is equal to 0 എന്നുള്ള ഫോർമാറ്റിലേക്ക് എത്തും. Okay, നമ്മൾ ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നത് y by x ന്റെ ലിമിറ്റിനെ നമ്മൾ m ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. 1 by x ന്റെ ലിമിറ്റ് 0 ആണ്. സോ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ലിമിറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ദ ലിമിറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. സോ ദിസ് പാർട്ട് ബിക്കംസ് 0. സോ ദ ആൻസർ ഈസ് നമുക്ക് കിട്ടുന്നത് 1 plus m cube is equal to 0. ഇതിൽ നിന്ന് നമുക്ക് m ന്റെ വാല്യൂ കണ്ടെത്താം, which is equal to m cube is equal to minus 1 എന്ന് എഴുതാം. m cube is equal to minus 1 കിട്ടണമെങ്കിൽ ഒന്നുകിൽ m ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ m should be equal to minus 1. Okay,
സോ എം ഈസിക്കൽ ടു -1 ആകുമ്പോഴാണ് എം ക്യൂബ് ഈസിക്കൽ ടു -1 തന്നെ കിട്ടുന്നത്. എം കണ്ടുപിടിക്കാനായിട്ട് എം ക്യൂബ് പ്ലസ് 1നെ ഫാക്ടറൈസ് ചെയ്യുക. എം ക്യൂബ് പ്ലസ് 1നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്കതിനെ എം പ്ലസ് 1 ഇൻറ്റു എം സ്ക്വയർ മൈനസ് എം plus 1 എന്ന രൂപത്തിൽ എഴുതാം, which is equal to 0, which is actually the factorization of m cube plus 1. A into b is equal to 0 implies either a is equal to 0 or b is equal to 0, which implies either m plus 1 is equal to 0, which implies m is equal to -1. നമുക്ക് ഓൾറെഡി കിട്ടിയത്. അല്ലെങ്കിൽ m square minus m plus 1 is equal to 0. ഇതിന്റെ റൂട്ട് റിയൽ അല്ല. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും, റൂട്ട്സ് ആർ നോട്ട് റിയൽ. ഓക്കെ, നമ്മള് സ്ലോപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് എ റിയൽ നമ്പർ. സോ നമുക്ക് ഈ കേസ് കൺസിഡർ ചെയ്യേണ്ട. സോ എം ഈസ് ഈക്വൽ ടു -1 എന്നുള്ള കേസ് മാത്രം കൺസിഡർ ചെയ്താണ്. സോ അതുകൊണ്ട് നമുക്ക് എമ്മിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എം ഈസ് ആക്ച്വലി -1. ഓക്കെ, ഇനി നമുക്ക് സി അറിയാം. സി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി y minus mx, which is equal to limit x tends to infinity y minus m in the value -1 into x. Okay, so which is equal to limit x tends to infinity y plus x. Okay, so y plus x ന്റെ ലിമിറ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആ ലിമിറ്റ് കിട്ടിയാൽ നമുക്ക് c യുടെ വാല്യൂ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റ്. x ന്റെ ലിമിറ്റ് കണ്ടെത്താനായിട്ട് നമുക്ക് y plus x നെ we substitute as p. Okay, so നമുക്ക് കണ്ടെത്തേണ്ടത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി p യുടെ വാല്യൂ ആണ് നമുക്ക് ആക്ച്വലി കണ്ടെത്താൻ, which is equal to c. Okay, so നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് മൈനസ് 3axy is equal to 0. ഇതിന്റെ അകത്ത് y plus x is equal to p എന്നാണ് കൊടുത്തത്. So y is equal to p minus x എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. So which is equal to x cube plus p minus x the whole cube minus 3ax into p minus x is equal to 0. minus x the whole cube നെ എക്സ്പാൻഡ് ചെയ്യുക. ഈ ടേമിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് പ്ലസ് പി ക്യൂബ് മൈനസ് 3p സ്ക്വയർ എക്സ് പ്ലസ് 3x സ്ക്വയർ പി മൈനസ് എക്സ് ക്യൂബ് മൈനസ് 3papx പ്ലസ് 3ax സ്ക്വയർ is equal to 0. ഇതിൽ നിന്ന് എക്സ് ക്യൂബും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് p ഉള്ള ഒരു എക്സ്പ്രഷൻ ഇതിനെ മാറ്റാം. ചെയ്യുമ്പോൾ ആദ്യം എക്സ് സ്ക്വയറിന്റെ ടേംസ് ഒരുമിച്ച് എഴുതുക, എക്സ് സ്ക്വയറിന്റെ ഈ രണ്ട് ടേംസ് ഒരുമിച്ച് എഴുതുക. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അടുത്തത് എക്സിന്റെ ടേംസ് ഈ രണ്ട് ടേംസ് കൂടെ ചേർത്ത് ഒരുമിച്ച് എഴുതുക. അടുത്ത ലാസ്റ്റിൽ കോൺസ്റ്റന്റ് ടേം പി ക്യൂ. അപ്പൊ ഇതുപോലൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഇതൊരു എക്സ് സ്ക്വയറിലുള്ള എക്സ്പ്രഷൻ ആണ്. സോ നമുക്ക് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഉള്ള വാല്യൂ ആണ് വേണ്ടത്. അതുകൊണ്ട് 1/x എന്നുള്ള ഫോർമാറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ എക്സ് സ്ക്വയർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എക്സ് സ്ക്വയറും ക്യാൻസൽ ആയിട്ട് 3 ഇൻറ്റു പി പ്ലസ് എന്ന് കിട്ടും. ഇവിടുത്തെ ഒരു എക്സും ഒരു എക്സ് സ്ക്വയറും ക്യാൻസൽ ആയിട്ട് 3 ഇൻറ്റു പി സ്ക്വയർ പ്ലസ് എ പി ഇൻറ്റു 1/x എന്ന് കിട്ടും. പ്ലസ് പി ക്യൂബ് ഡിവൈഡഡ് ബൈ 1/x സ്ക്വയർ. ഓക്കെ, ഈസ് ഈക്വൽ ടു 0. ഇനി എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1/x ടെൻഡ്സ് ടു 0 ആണ്. അതുപോലെ തന്നെ 1/x സ്ക്വയറും ടെൻഡ്സ് ടു 0 ആണ്. അപ്പം എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി പി എ നമ്മൾ സി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഓൾറെഡി കൊടുത്താണ്. സോ എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ 1/x ടേംസ് എല്ലാം 0 ആയി പോകും. 1/x സ്ക്വയറിന്റെ ഈ ടേമും 0 ആയി പോകും. സോ ഇവിടുത്തെ ഈ ടേം ടെൻഡ്സ് ടു 0, ഈ ടേം ടെൻഡ്സ് ടു 0. സോ ബാക്കി റിമൈൻ ചെയ്യുന്നത് ഈ ടേം മാത്രമായിരിക്കും. സോ ദ എക്സ്പ്രഷൻ ബിക്കംസ് as x tends to infinity, the expression becomes 3 into p limit x tends to infinity p എന്ന് വെച്ചാൽ c plus a is equal to 0 എന്ന് കിട്ടും, which implies c plus a is equal to 0, which is implies c is equal to minus a എന്ന് കിട്ടും. So c യുടെ വാല്യൂ കിട്ടി, നമുക്ക് m ന്റെ വാല്യൂ നമുക്ക് കിട്ടി. So the equation is y is equal to mx plus c. m ന്റെ സ്ഥാനത്ത് -1 കൊടുക്കുന്നു, c യുടെ സ്ഥാനത്ത് -a എന്ന് കൊടുക്കുന്നു. സോ ഇത് മൈനസ് എക്സും മൈനസ് എ ആവും. ലെഫ്റ്റ് സൈഡിൽ എത്തുമ്പോൾ y പ്ലസ് എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു 0.
which is actually the equation of the asymptote.